നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂടി എഴുതി ചേർത്തുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്. അതിൻ്റെ അലയൊലികളാണ് കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് 5 വർഷം പൂർത്തിയാക്കി 2021 91 നിന്ന് 8 സീറ്റ് വർദ്ധിപ്പിച്ച് 99 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ് 2021 അധികാരത്തിൽ വന്നത്. രണ്ടാം തവണത്തെ 5 വർഷം പൂർത്തിയാക്കി 2026 തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർദ്ധിച്ച ആത്മവിശ്വാസത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടിന് വേണ്ടി ജനങ്ങളെ സമീപിക്കുന്നത്. ഈ ഗവൺമെൻറ് 10 വർഷം കാലം കൊണ്ട് ചെയ്തിട്ടുള്ള നേട്ടങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കാനുള്ള സാഹസത്തിനൊന്നും തയ്യാറാകുന്നില്ല. അത് ഈ കേരളീയ സമൂഹം അനുഭവത്തിലൂടെ അറിഞ്ഞവരാണ്. ഇതുപോലെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്ന ഒരു കാലവും കേരളത്തിലുണ്ടായിട്ടില്ല. രാജ്യത്തും ലോകത്തും മാതൃകയാക്കാൻ കഴിയുന്ന ഒട്ടേറെ പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് 10 വർഷക്കാലമായി ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ചരിത്രം വീണ്ടും തിരുത്തിയെഴുതി 3ാം വട്ടവും വർദ്ധിച്ച ജനകീയ പിൻബലത്തോടു കൂടി അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ യഥാർത്ഥത്തിൽ മണിമുഴക്കമാണ് കേരളത്തിലാകെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്, കേൾക്കാൻ കഴിയുന്നത്. നാദാപുരം മണ്ഡലത്തിൽ 2016 മുതൽ 26 വരെയുള്ള 10 വർഷം, അതിനു മുമ്പ് 2011 മുതൽ 16 വരെയുള്ള LDF പ്രതിപക്ഷത്തായിരുന്നപ്പോഴുള്ള 5 വർഷം, രണ്ടും കൂടി കൂട്ടിയാൽ 15 വർഷക്കാലം നാദാപുരത്തിൻ്റെ MLA ആയിരുന്നു സഖാവ് VK വിജയൻ. നാദാപുരം മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു വികസന പ്രവർത്തനമുണ്ടായ ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല. എല്ലാ മേഖലയിലും സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോരത്ത് കിടക്കുന്ന പൊതുവിൽ അവികസിത പ്രദേശമെന്ന് പറയാൻ കഴിയുന്ന നാദാപുരം ഇന്ന് പഴയ അവസ്ഥയിലല്ല. പുതിയ കാലത്തിൻ്റെ പുതിയ മാറ്റത്തിനനുസരിച്ച് മാറാനും അതിനനുസരിച്ച് വളരാനും ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഇതര പ്രദേശങ്ങളെപ്പോലെ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി മുൻപന്തിയിലെത്താനും ഈ നാദാപുരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് 15 വർഷക്കാലം, പ്രധാനമായും 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മാതൃകാപരമായ പ്രവർത്തനം MLA എന്ന നിലക്ക് നടത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്തരമൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. നടത്തിയ വികസന പ്രവർത്തനങ്ങളൊന്നും വിശദീകരിക്കാനുള്ള സാഹസത്തിനൊന്നും ഇവിടെ തയ്യാറാകുന്നില്ല. 2435 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് 10 വർഷക്കാലം കൊണ്ട് ഈ നാദാപുരത്തിൽ മണ്ഡലം നടത്തിയിട്ടുള്ളത്. മലയോര പാത, പാലങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, സർക്കാർ കോളേജ്, അതുപോലെ തന്നെ ഇങ്ങനെ വിവിധ ജലപാത തുടങ്ങിയിട്ടുള്ള വിവിധ നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങൾ കോടാനുകോടി രൂപയാണ് ചെലവഴിച്ചിട്ടത്.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിലുള്ള സാമ്പത്തിക സഹായമാണ് ഈ 10 വർഷക്കാലം കൊണ്ട് EK വിജയൻ MLA നേതൃത്വം കൊടുത്തുകൊണ്ട് മുൻകൈ എടുത്തുകൊണ്ട് 13 കോടിയിലധികം രൂപയാണ് പാവങ്ങൾക്ക് ചികിത്സാ സഹായത്തിന് വേണ്ടി ഈ 10 വർഷക്കാലം കൊണ്ട് വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഈ നാദാപുരം മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. വർദ്ധിച്ച വലിയ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റം ഈ മേഖലക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുന്ന സംരംഭങ്ങൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. നാദാപുരത്തിൻ്റെ കാർഷിക മേഖല മെച്ചപ്പെടുത്താൻ ആവശ്യമായ വിപുലവും വിശാലവുമായ വലിയ പദ്ധതികൾ ഉണ്ടാകേണ്ടതുണ്ട്. ടൂറിസം മേഖലയിൽ നല്ല സാധ്യതകൾ ഈ മണ്ഡലത്തിലുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നല്ല നിലയിൽ മുന്നോട്ട് കുതിക്കാനും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് LDF തന്നെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തുടക്കമിട്ടിരിക്കുകയാണ്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 വർഷക്കാലം 3 ടേം പൂർത്തിയാക്കി ഒരു പുതിയ സ്ഥാനാർത്ഥിയായി ഇവിടെ അഡ്വക്കേറ്റ് വസന്തം മത്സരിക്കുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കാനും അതിൻ്റെ ചുമതലക്കാരനാകാനും ഇപ്പോഴും ഭാവിയിലും കഴിഞ്ഞ MLA ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ഇവിടെ ഉണ്ടാകും. ഒരു പുതിയ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അഡ്വക്കേറ്റ് വസന്തം മത്സരിക്കുകയാണ്. അഡ്വക്കേറ്റ് വസന്തം പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയ രംഗത്ത്, വിദ്യാർത്ഥി രംഗത്തും യുവജന രംഗത്തും രാഷ്ട്രീയ രംഗത്തും തിളങ്ങുന്ന വ്യക്തിത്വമാണ്. ചെറിയ കാലം മുതൽ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ ഉന്നതമായ സമിതിയിലെ രംഗം കൂടിയാണ്. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ്. 30 വർഷക്കാലമായി കല്ലാച്ചിയിൽ നാദാപുരം മണ്ഡലത്തിൻ്റെ ആസ്ഥാനമായ കല്ലാച്ചിയിലെ കോടതിയിൽ അഭിഭാഷകയായി ജോലി ചെയ്യുന്ന ഈ നാട്ടുകാർക്കാകെ സുപരിചിതയായിട്ടുള്ള നാട്ടുകാരിയായ വസന്തമാണ് മത്സരിക്കുന്നത്. വസന്തത്തിൻ്റെ പര്യടന പരിപാടികൾ, വസന്തത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരണം, വസന്തത്തെ സ്വീകരിക്കാനും വസന്തത്തെ കാണാനും ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന താല്പര്യം, ഇതെല്ലാം കാണിക്കുന്നത് വസന്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നാദാപുരം മണ്ഡലത്തിലെ ഇന്നേ വരെ ഇല്ലാത്ത റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി വസന്തം വിജയിക്കും എന്ന് തന്നെയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വസന്തത്തിൻ്റെയും അതുപോലെ തന്നെ കുറ്റ്യാടി MLAയുടെയും പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറമേരിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പരിപാടി, അതിലെ 10,000ങ്ങളുടെ പങ്കാളിത്തം, ഇതെല്ലാം വർദ്ധിച്ച ആത്മവിശ്വാസമാണ് ഉണ്ടാക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വീണ്ടും 3ാം വട്ടം അധികാരത്തിൽ വരുമ്പോൾ നാദാപുരത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA അസംബ്ലിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. വളരെ നല്ല നിലയിൽ ഒറ്റക്കെട്ടായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ക്രിയാത്മകമായി മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനാവില്ല എന്ന് അവസാനഘട്ടം ഉറച്ച് വിശ്വസിച്ച LDFൻ്റെ എതിരാളികൾ, പ്രത്യേകിച്ച് UDF, പുതിയ രീതിയിലേക്ക് അവരുടെ പ്രവർത്തനം മാറ്റുകയാണ്. അക്രമത്തിലേക്കും നുണപ്രചരണത്തിലേക്കും കൃത്രിമങ്ങളിലൂടെയും എങ്ങനെയെങ്കിലും ജയിക്കാൻ കഴിയുമോ എന്നാണ് അവർ നടത്തി നോക്കുന്ന ശ്രമം. അതിൻ്റെ ഭാഗമായി വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ ആദ്യഘട്ടം മുതൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് കാണിക്കുന്നതിന് വേണ്ടി ഈ നാദാപുരം പഞ്ചായത്തിലുൾപ്പെടെ ചില വാർഡുകളിൽ 50ഉം 60ഉം വോട്ടുകൾ ആ വാർഡിലെയോ ബൂത്തിലെയോ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാൻ പറ്റാത്ത നിരവധി വോട്ടർമാർ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഞങ്ങളതെല്ലാം പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തപ്പോൾ കുറേ വോട്ടുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ച് വോട്ടുകൾ ഇനിയും ബാക്കിയുണ്ട്. ഇനിയും ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗത്തായി ആളുകൾക്ക് മനസ്സിലാകാത്ത നിരവധി കള്ള വോട്ടർമാർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായി അവർ എടുത്തിട്ടുള്ള ഒരു തീരുമാനം, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൾഫ് മേഖലയിൽ നിന്ന് വിമാന സർവീസുകൾ പഴയ രൂപത്തിൽ ഒരു സ്വസ്ഥമായി വരാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. വരികയാണെങ്കിൽ തന്നെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു, വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് വലിയ വിഭാഗം ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം സാധാരണഗതിയിൽ വരാറുണ്ട്. അത് ഈ പ്രാവശ്യമില്ല. അത് ഏറ്റവും ബാധിക്കുക UDFനെയാണ്. അതുകൊണ്ട് UDF ഇപ്പോൾ എടുത്തൊരു തീരുമാനമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത്, പ്രവാസികളായ UDFകാർക്ക് കേരളത്തിലേക്ക് വോട്ട് ചെയ്യാൻ അവരുടെ നാട്ടിലേക്ക് വരാൻ കഴിയില്ല. പക്ഷേ അവരുടെ വോട്ട് പാഴായി പോകാൻ പാടില്ല. അവരുടെ വോട്ട് നാട്ടിലുള്ള UDFകാർ ചെയ്യണം. എന്താണ് ഇതിൻ്റെ പച്ചമലയാളം? കള്ള വോട്ട് ചെയ്യണമെന്നല്ലേ?
നാട്ടിലേക്ക് യുദ്ധം കാരണം വിമാന സർവീസ് പൂർണ്ണമായും റദ്ദാക്കിയതോ കൊണ്ടോ അല്ലെങ്കിൽ വരാൻ കഴിയാത്തത് കൊണ്ടോ വരാത്തവരുടെ വോട്ട് മുഴുവൻ നാട്ടിലെ UDF ചെയ്യണം, ഒരു വോട്ടും നമ്മുടെ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് തീരുമാനമെടുത്ത് UDFിൻ്റെ യോഗങ്ങളിൽ വിശദീകരിക്കുമ്പോൾ കള്ളവോട്ട് ചെയ്യാനുള്ള പരസ്യമായ ആഹ്വാനമാണ് UDF നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിന് വ്യക്തമാക്കാൻ കഴിയുന്നത്. അക്രമത്തിലേക്കും അവർ തുനിയുകയാണ്. ഇന്നലെ ഉച്ചയോടെ കൂടിയാണ് മാണിമൽ പഞ്ചായത്തിലെ LDFിൻ്റെ പ്രവർത്തകന്മാർ നട്ടുച്ചക്ക് പട്ടാപ്പകൽ വീട് കയറി സ്ലിപ്പ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഗൃഹസന്ദർശനത്തിനോ വോട്ട് പിടിക്കാനോ വോട്ട് ക്യാൻവാസ് ചെയ്യാനോ അല്ല പോകുന്നത്. ഇന്നലത്തെ കയറ്റം വോട്ടർമാരുടെ സ്ലിപ്പ് വിതരണം ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. ഒരു അധ്യാപകൻ കൂടിയായ അജേഷ് ഉൾപ്പെടെയുള്ള മറ്റ് 2 റിട്ടയർഡ് അധ്യാപകൻ ഉൾപ്പെടെയുള്ള 3 ആളുകൾ വീട് കയറി സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് വന്നത്, നിങ്ങൾ എന്തിനാണ് വന്നത്, ഞങ്ങളെ വീട്ടിൽ നിങ്ങൾ സ്ലിപ്പ് വിതരണം ചെയ്യേണ്ടതില്ല. അങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പിൽ. നമ്മൾ സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു സംവിധാനം എന്ന നിലക്കുള്ള ഇന്ത്യയിലും കേരളത്തിലും തിരഞ്ഞെടുപ്പിനെ നാം കാണുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിക്കാനും വോട്ടർമാരുടെ സ്ലിപ്പ് കൊടുക്കാനും ലഘുലേഖ കൊടുക്കാനും ഏത് പാർട്ടികളും ഏത് പാർട്ടിക്കാരൻ്റെ വീട്ടിലും പോകാറില്ലേ? അതുപോലെ ഞങ്ങളുടെ 3 പ്രവർത്തകന്മാർ ഇന്നലെ വാണിമേലിൽ വീടുകളിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വരേണ്ടതില്ല. ഇതെന്തൊരു മര്യാദയാണത്? ആ നിലയ്ക്ക് അപ്പോൾ അവർ സാധാരണഗതി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതല്ലേ. ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വരാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളും പോകാറുണ്ട്, സാധാരണഗതി ചെയ്യുന്നതല്ലേ. ഞങ്ങൾ പച്ചാപ്പക്കം നട്ടിച്ചകലിലേ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരെ കയ്യേറ്റം ചെയ്ത് അവരെ മാരകമായി 3 പേരെയും മർദ്ദിച്ച് ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ അക്രമത്തരത്തിലേക്കും കൃത്രിമത്തരത്തിലേക്കും പോയി എങ്ങനെയെങ്കിലും ജയിക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും അതൊന്നും നാദാപുരത്ത് ഏശാൻ പോകുന്നില്ല. നാദാപുരത്തെ ജനത രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നേരായ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന നല്ലവരായ ജനതയാണ്. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടമായ ജീവിതാനുഭവങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. നാദാപുരത്തിലും കേരളത്തിലും ഓരോരുത്തരുടെയും കുടുംബത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് തിരിച്ചറിയാൻ അവർക്ക് ജീവിതാനുഭവങ്ങൾ തന്നെ ധാരാളമാണ്. അത് വെച്ചുകൊണ്ട് EK വിജയൻ തുടങ്ങിവെച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ദാരിദ്ര്യമില്ലാത്ത ഒരു കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നാദാപുരത്തെ ജനത നല്ല ഭൂരിപക്ഷത്തോടുകൂടി LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വസന്തത്തെ വിജയിപ്പിക്കാൻ സന്നദ്ധമാകും. അതുവഴി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നാദാപുരം മണ്ഡലത്തിൽ ഇന്നേ വരെ ലഭിച്ചിട്ടില്ലാത്ത റിക്കാർഡ് ഭൂരിപക്ഷത്തോടു കൂടി വസന്തം ജയിക്കും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനുവേണ്ടി ഈ നാട് മുഴുവൻ ഒന്നിക്കണം എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.